ശബരിമല വിഷയത്തിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയും അനുബന്ധ സംഭവങ്ങളും സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിരുന്നു. സുപ്രീംകോടതി വിധിയും തുടർ സാഹചര്യങ്ങളും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇക്കാര്യങ്ങൾക്ക് പിന്നിലെ നിക്ഷിപ്ത താൽപര്യങ്ങളുടെ തിരക്കഥ സംഘപരിവാറിന്റേതാണെന്ന് വ്യക്തമാകും. 12 വർഷങ്ങൾക്ക് മുൻപ് 2006 ജൂലൈ 28-നാണ് സുപ്രീംകോടതിയിൽ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനുള്ള ഹർജി സമർപ്പിക്കപ്പെടുന്നത്. ഇടത് അഭിഭാഷക സംഘടനയിലെ കമ്മ്യൂണിസ്റ്റുകാരായ 5 യുവതികളാണ് ഹർജി സമർപ്പിച്ചതെന്ന് അന്നു മുതൽ കേരളം കേൾക്കുന്നു. എന്നാൽ ഈ പ്രചാരണം തെറ്റാണെന്നതാണ് യാഥാർത്ഥ്യം. ഹർജി നൽകിയ 5 വനിതാ അഭിഭാഷകരും പരമ്പരാഗതമായി RSS, BJP അടക്കമുള്ള സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വവുമായി വളരെ അടുപ്പമുള്ള കുടുംബങ്ങളിലെ അംഗങ്ങൾ മാത്രമല്ല, തികഞ്ഞ മോദി ഭക്തർ. ചിത്രത്തിൽ കാണുന്ന RSS നേതാക്കളിൽ ഒരാളുടെ പേര് സിദ്ധാർത്ഥ് ശംഭു എന്നാണ്. ഡൽഹിയിലെയും ഉത്തർപ്രദേശിലെയും വിവിധ പരിവാർ സംഘടനകളിൽ പ്രധാന ചുമതലയാണ് ഇയാൾക്കുള്ളത്. അമിത്ഷാ അടക്കമുള്ള BJP നേതൃത്വത്തിലെ പലരോടും സിദ്ധാർത്ഥ് ശംഭുവിന് അടുത്ത ബന്ധമുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഹർജി സമർപ്പിച്ച 5-അംഗ വനിതാ അഭിഭാഷക സംഘത്തിലെ പ്രേരണാകുമാരിയുടെ ഭർത്താവാണ് സിദ്ധാർത്ഥ് ശംഭു. സിദ്ധാർത്ഥ് ശംഭു മാത്രമല്ല, പ്രേരണാകുമാരിയും വിവിധ പരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഹർജിക്കാരിലെ മറ്റൊരാളായ ഭക്തി പ്രസിജ സേത്തി റോത്തക്കിലെ റിട്ടയർഡ് കോളേജ് അധ്യാപകൻ ശ്യാം സുന്ദർ പ്രസീജയുടെ മകളാണ്. BJPയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹം ഹരിയാന BJPയിലെ പ്രധാന നേതാവ് ലക്ഷ്മൺ സിംഗിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ്. സമാനമാണ് 5-അംഗ വനിതാ അഭിഭാഷക സംഘത്തിലെ മറ്റംഗങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം. സുധാപാൽ, ലക്ഷ്മി ശാസ്ത്രി എന്നിവർ സുപ്രീംകോടതിയിലെ അറിയപ്പെടുന്ന തീവ്രമോദി ഭക്തരായ അഭിഭാഷക ഗണത്തിൽപ്പെടുന്നു. കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ പ്രേരണാകുമാരിയുടെ നേതൃത്വത്തിൽ 5-അംഗ വനിതാ അഭിഭാഷക സംഘത്തിലെ 3 പേർ നടത്തിയ നാടകവും സംഘപരിവാർ താൽപര്യത്തിന് അനുകൂലമാണ്. നിലപാട് തിരുത്താൻ അനുമതി തേടിയവർ വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജി സംബന്ധിച്ചും അതിലുണ്ടാകുന്ന താൽപര്യങ്ങൾ സംബന്ധിച്ചുമുള്ള സൂചനകൾ നൽകുന്നു. ശബരിമല ഹർജിക്കും വിധിക്കും പിന്നിൽ ഇടതുപക്ഷ ഗൂഢാലോചനയാണെന്ന ആരോപണം നാമജപഘോഷമായി കേരളത്തിന്റെ തെരുവുകളിൽ ഉയരുന്നത് വാസ്തവത്തിൽ ഈ വസ്തുതകൾ തിരിച്ചറിയപ്പെടാതെയാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അടിസ്ഥാനമാക്കി സംഘപരിവാർ തയ്യാറാക്കിയ നാടകത്തിന്റെ തിരക്കഥയിലുള്ള ഒന്നിലധികം ക്ലൈമാക്സുകളാകും വരും ദിവസങ്ങളിൽ രാജ്യം കാണുക. ആർ രാധാകൃഷ്ണൻ, 24, ദില്ലി.